വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി തവിഞ്ഞാൽ അയനിക്കൽ പേരിയ ആലാറ്റിൽ പ്രദേശം. സ്ഥലത്തെത്തിയ വനപാലകർക്ക് മുന്നിൽ പ്രതിഷേധവുമായി കർഷകർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ബിജു, വൈസ് പ്രസിഡന്റ് റാബിയ അബ്ബാസ്, വാർഡ് മെമ്പർ ലത ബാലൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് കർഷകരുമായി സംസാരിച്ചു. ജനകീയ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമായി. എല്ലാ പ്രതീക്ഷയുള്ളത് ഈ നേന്ത്രവാഴ കൃഷിയിൽ ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഈ സമയത്ത് നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 8-10 കുഞ്ഞടക്കമുണ്ട് അവിടെ. അത് പിള്ളേരെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്ത് ഓടിച്ച് ഞങ്ങൾ അങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് വാഴക്കകത്ത് വീണ് ചത്തുപോയി വിചാരിച്ചോ. ആരെ പേരിൽ നടപടി എടുക്കുക? ഈ അടുത്ത വാഴ കൃഷിക്കാരൻ്റെ പേരിലല്ലേ അടുത്ത സ്ഥലക്കാരുടെ പേര് കേസെടുത്ത് അവനെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി ജയിലിൽ കൊണ്ടിടും. അവൻ പിന്നെ ഞാനല്ല തെറ്റ് ചെയ്തെന്ന് അവൻ തെളിയിക്കണ്ടേ വേണ്ടേ? അപ്പം ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലാത്തൊരു വകുപ്പ് ഫോറസ്റ്റിന്റെ വകുപ്പ് തന്നെയാണ്. ഒരു മനസാക്ഷിയില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം, കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ഈ വന്യമൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് തുരുത്താൻ ആവശ്യമായ RRT സംവിധാനം ഉണ്ടാവണം, ഒപ്പം തന്നെ വാച്ചർമാർ സേവനം ഉറപ്പുവരുത്തണം, ആവശ്യമായ എല്ലാ ഇടപെടലും ഉണ്ടാകണം. കർഷകരെ സഹായിക്കാനുള്ള നടപടികളുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട അധികാരികളും മുന്നോട്ട് വന്നില്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം